ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര പോകുന്നത് പാണിയേൽ പോരിലോട്ടാണ് കേട്ടോ. ഇത് പെരുമ്പാവൂരിൽ നിന്ന് 1 കിലോമീറ്റർ മാറി മലയാറ്റൂർ ഫോറസ്റ്റ് റേഞ്ചിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പാറക്കെട്ടുകളിലൂടെ വെള്ളം ഒഴുകി വന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലൊക്കേഷനാണ്. പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ്. അതേപോലെ തന്നെ നല്ല വെള്ളമുള്ള സമയത്ത് ഇതിനകത്തൊന്നും നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പാറക്കെട്ടുകൾക്കിടയിൽ ചതിക്കുഴികൾ എന്ന് പറയും. അതേപോലെ തന്നെ എന്താ പറയുക, ചെറിയ ചെറിയ കുഴികളുണ്ടാവും. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കുള്ളൂ. അപ്പോൾ അത് ഒരുപാടുണ്ട് ഇവിടെ. വേനൽക്കാലങ്ങളിൽ വന്ന് ഇവിടെ കുളിച്ചു പോകാനായിട്ടുള്ളൊരു സൗകര്യം അടിപൊളിയാണ്. പിന്നെ എത്ര നീന്തൽ അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഇതിനകത്ത് ഒഴുക്കിൽപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു വരുന്നത് ഇപ്പം ഞങ്ങൾ ചെന്നപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ ചെന്നതിൻ്റെ തലേ ദിവസം ഒരു കുട്ടി ആലപ്പുഴയിൽ നിന്ന് വന്നിട്ട് അവിടെ ഒരു പെൺകുട്ടി വെള്ളത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എൻട്രൻസ് ഫീ ഉണ്ട്. ഒരാൾക്ക് 50 രൂപയും ബൈക്കിന് 10 രൂപയും ക്യാമറയ്ക്ക് അവിടെ ചാർജ് ഉണ്ട്. അവർ വീഡിയോ ക്യാമറയ്ക്ക് 500 അല്ലാത്തതിന് സ്റ്റിൽ ക്യാമറ 100 അങ്ങനെയൊക്കെ അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ തന്നെ പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ക്യാഷ് അവർ വാങ്ങില്ല. അതേപോലെ തന്നെ അവിടെ നെറ്റ്വർക്ക് കുറവായിരിക്കും. അപ്പോൾ ATM കാർഡ് എന്തെങ്കിലും കയ്യിൽ പിടിച്ചേക്കണം. അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ. ഇപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങളാണത്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അവിടെ ഇല്ലാഞ്ഞിട്ടാണ് ആ തിരക്ക്. ഇങ്ങനെ റേഞ്ച് കിട്ടാത്തൊരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ പേ വഴി ചെയ്യാനായിട്ടും പറ്റണില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 മണി വരെ അവിടെ പ്രവേശനമുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് എത്താൻ നോക്കണം. അതേപോലെ തന്നെ 4:45 ആകുമ്പോൾ അവർ തിരിച്ച് കയറാൻ പറയും. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് മേലെയാണ് ഭൂതത്താങ്കട്ട് വന്നത്. 8 കിലോമീറ്റർ എന്തോ റേഞ്ച് അവിടെ ഉള്ളൂ. അപ്പോൾ അവിടെ മഴ പെയ്താലോ അവിടെ നിന്ന് വെള്ളം പെട്ടെന്ന് വന്നാലോ ഇവിടെ പെട്ടെന്ന് മുങ്ങും. അപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ കൂടെ ഒരു ഗൈഡ് ചേട്ടൻ വന്നത്, രാജൻ ചേട്ടനാണ് വന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞ കാര്യങ്ങളാണത്. അതേപോലെ തന്നെ നമ്മൾക്ക് പാണിയേൽ പോരെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ. അതായത് 3 ചാലുകൾ വന്നിൽ സംഗമിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ. അതാണ് യഥാർത്ഥ പാണിയേൽ പോരെന്ന് പറയണത്. അവിടേക്ക് എത്താൻ വേണ്ടി ആദ്യം ഞങ്ങൾ ചോദിച്ചപ്പോൾ പുള്ളി വിട്ടില്ല. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ വെള്ളം കൂടുതലായിട്ട് ഇടയ്ക്ക് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. വെള്ളം കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചിങ്ങോട്ട് വരാനായിട്ട് ഇത്തിരി പാടായിരിക്കും. ചിലപ്പോൾ ഇതേപോലത്തെ കുഴികളാണ്, ഇടയിൽ നിറച്ച് കുഴികളാണ്. അപ്പോൾ നമുക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ വിടണില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ക്യാമറയായിട്ട് ചെന്ന് നിൽക്കണ കണ്ടപ്പോൾ വേറൊരു ചേട്ടൻ വന്നപ്പോൾ പറഞ്ഞു അവരങ്ങോട്ട് കയറ്റി വിടുത്താൽ ഇപ്പോൾ ജസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ആ രാജേട്ടനും കൂടി വന്നാണ് ഞങ്ങളത് പോയി കണ്ടത് കേട്ടോ. അതിനുശേഷം പിന്നെ ആൾക്കാർ ഓരോരുത്തർ വരണ്ട. അതുവരെ അത്രയും നേരം ആരെയും വിട്ടിരുന്നില്ല. അപ്പോൾ നമ്മൾ കുളിക്കാനുള്ളൊരു സ്ഥലം എന്ന് വെച്ചാൽ അവരുടെ സൈഡിൽ നമുക്ക് കുഴപ്പമില്ല. അവിടേക്ക് ഇപ്പോൾ വെള്ളം വന്നാൽ തന്നെ നമുക്ക് കയറി പോരാനുള്ള മാർഗ്ഗങ്ങളുണ്ട് പെട്ടെന്നായാലും. പക്ഷേ ഈ പോരിൻ്റെ സൈഡിലോട്ട് ചെല്ലുമ്പോൾ കുറച്ചിങ്ങോട്ട് വരാനുണ്ട്. ഒരു 100 മീറ്ററോളം നമ്മൾ 100-150 മീറ്ററോളം പോയിട്ടാണ് നമ്മൾ അവിടെ എത്തണത്. പക്ഷേ പോരിൻ്റെ ആ പോയിൻ്റ് ഒരു ഭയങ്കര ഷാർപ്പാണ്. അവിടെ 85ഓളം പേര് മരിച്ചിട്ടുണ്ടെന്നാണ് ആൾ നമ്മളോട് പറഞ്ഞത്. അവിടെ ഫയർഫോഴ്സിൻ്റെ അവർ ഇറങ്ങിയാലും കിട്ടില്ല. ഇവിടുത്തെ നാട്ടുകാരെങ്കിലും അങ്ങോട്ട് നീങ്ങി ഇറങ്ങിയാണ് കിട്ടണേ. ഇതേപോലെ പാറയുടെ ഇടയിലോട്ട് ആ ഒഴുകിൽ പോയിട്ട് കുത്തി കയറി നിൽക്കും എന്നാണ് പറയുന്നത്. പിന്നെ കെട്ടില്ലെന്നാണ് പറയുന്നത്. അത്രയും ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ അവിടെ അടുത്ത് നിന്ന് നിൽക്കുമ്പോൾ. വെള്ളം കുറവുള്ള സമയത്ത് നമുക്ക് അവിടെ നിൽക്കുമ്പോൾ പേടിയാവും. അപ്പോൾ നല്ലൊരു വെള്ളമുള്ള സമയത്ത് ഒരു ഭയങ്കര സംഭവമാണത്. അപ്പോൾ കുറച്ച് നമുക്കൊരു അവിടുന്ന് ടിക്കറ്റ് എടുത്ത് അവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ഉണ്ടാവുമല്ലോ താഴെ നടക്കാനുണ്ട് കേട്ടോ സൈഡിലൂടെയൊക്കെ. എന്നിട്ടാണ് അത് വന്നത്. അങ്ങോട്ട് നീങ്ങും തോറും ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങരുതെന്ന് അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അവിടെ ഗൈഡ് പറയണ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അപകടം ഉറപ്പായിരിക്കും. അതേപോലെയാണ് അവിടെ. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളും അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളും നിയമങ്ങളും പാലിക്കുകയാണെങ്കിൽ നമുക്ക് അപകടങ്ങളില്ലാതെ നമുക്ക് പോരാൻ പറ്റും. അതല്ല നമ്മളിപ്പോൾ കുറച്ച് മാറി അല്ലെങ്കിൽ അവർ കാണാതെ വേറെ സ്ഥലത്തോട്ട് പോകണമെങ്കിൽ. പക്ഷേ അവർ ഭയങ്കര അലർട്ടായിട്ട് നമ്മളോട് അടുത്ത് കൂടുണ്ട്. ഒരാൾ ഇത്തിരി ആഴുകലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ തൊട്ട് പുറകെ നമ്മുടെ പുറയിലുണ്ടാവും അവർ. അതേപോലെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. അതേപോലെ ലിക്കർ കഴിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നൊക്കെ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിപ്പുണ്ട്. കാരണം ഒരാൾ പോലും അവിടെ അപകടത്തിൽപ്പെടാതിരിക്കാൻ അവർ ഒരുപാട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള സ്ഥലത്ത് നമുക്ക് കണ്ടമാനം ജനങ്ങൾ അവിടെ വന്നിട്ടുണ്ട്.
ഇതേപോലെയുള്ള സ്ഥലത്ത് നമുക്ക് കുളിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നല്ല ഒഴുക്കുള്ള സമയത്ത് ചിലപ്പോൾ അത് പറ്റില്ല. പക്ഷേ ഇതേപോലെയുള്ള സ്ഥലം കുളിക്കാം, അടിപൊളിയാണ് കേട്ടോ. നല്ല തണുത്ത വെള്ളത്തിൽ സുഖമായിട്ട് കുളിച്ചിരിക്കാം. ഒരുപാട് ഫാമിലീസ് അവിടെ ഉണ്ട്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഈ വെക്കേഷനിൽ ഈ ചൂടത്തൊക്കെ ഒരു ഉച്ച തിരിഞ്ഞ് വരുന്നതാണ് എനിക്ക് തോന്നുന്നു നല്ലതെന്ന് തോന്നുന്നു. നല്ല വെയിലുണ്ടാവും രാവിലെയൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇതേപോലെ തണലത്ത് എവിടെയെങ്കിലും ഇരിക്കാം. ഇതേപോലെ ഒഴുക്കുള്ളടത്ത് നമുക്ക് ഇരിക്കാം. നല്ല ശുദ്ധമായ വെള്ളമുള്ള ഒഴുക്കായിട്ടുള്ള വെള്ളമാണല്ലോ. അപ്പോൾ ഈ വേനൽക്കാലത്ത് നിങ്ങൾക്ക് തരാൻ പറ്റിയൊരു സ്ഥലമാണ്. അധികം ഈ എറണാകുളം ജില്ലക്കാർക്ക് അടുത്താണ്. ഇതിന് ചുറ്റുവട്ടത്ത് ഒരുപാട് ഇതേപോലെ ഉണ്ട്. ഒരു പാണൻകുഴി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ പാണൻകുഴിയിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു മരം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, അത് പാണൻകുഴിയിലായിരുന്നു. അവിടെ ഇതേപോലത്തെ അത്രയും സെക്യൂരിറ്റി ഉണ്ട്, എന്നാലും കുറേയും കൂടി ഫ്രീ ആയിട്ട് ഇങ്ങനെ നമുക്ക് ഇറങ്ങാൻ പറ്റും. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ 4 മണിക്കുള്ളിൽ അവിടെ എത്താൻ നോക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവർ കയറ്റി വിടില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഇവിടം വരെയാണ് അവിടം വരെയാണ് നമുക്ക് തന്നിരുന്നുള്ളൂ, അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ. ഈ പോർഷനിൽ ഇവിടെയായാലും നല്ല വലിയ ഒഴുക്കാണ് കണ്ടാണ്. ഇവിടെ ആഴമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് നമ്മളോട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആൾ പറഞ്ഞ് അങ്ങോട്ട് പൊക്കോളം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആളുടെ പെർമിഷനോടുകൂടി ആൾ ഞങ്ങളുടെ കൂടെ വന്നിട്ടാ. എന്താണ് രാജൻ ചേട്ടൻ, അവിടുത്തെ ഗാർഡൻ, സെക്യൂരിറ്റി ഗാർഡൻ. അപ്പോൾ ഇപ്പോൾ ഈ കിടക്കണത് നമുക്ക് ഇങ്ങനെ ചവിട്ടി നമുക്ക് പോകാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ വെള്ളം അങ്ങോട്ട് ഒഴുകി തുടങ്ങി ഇതിന് മേലയിലോട്ട് ഒരിത്തിരി വെള്ളം ഹൈറ്റിലോട്ട് പൊന്തി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലെല്ലാം നമ്മൾ പിന്നെ തിരിച്ചു വരുന്നത്. അതാണ് അപകടം അവിടെ കൂടുതലായിട്ട് സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ പാറയമൊക്കെ ചവിട്ടിയും ഉള്ള ഗ്യാപ്പിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒഴുക്കുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഗ്യാപ്പുകളോ അല്ലെങ്കിൽ കുഴികളോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഒരു പേടി വരും. ഇതേപോലെ പോകുന്ന ഗ്യാപ്പിൽ അവരൊരു തടി കൊണ്ട് ഇങ്ങനെ ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് മേലോട്ടൊക്കെ പോണത്. അപ്പോൾ ആ തിരിച്ചു വരുന്ന സമയത്ത് വെള്ളം വന്നു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് അവർ ഉറപ്പിച്ചിട്ട്, ഭയങ്കര ശക്തമായിട്ടൊന്നും ഉറപ്പിച്ചിട്ടില്ല, അത് ഒഴുകി പോയിരിക്കാൻ ഒരു കല്ലും അവർ കയറിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മേലെ വെള്ളം വന്നു കഴിഞ്ഞാൽ നീന്തലറിയണ ആളായാൽ പോലും തിരിച്ച് കയറാൻ പറ്റില്ല. കാല് എവിടെയെങ്കിലും കല്ലിൻ്റെ ഇടയിൽ വീഴെ ഉടക്കി എന്തെങ്കിലും ചെയ്യും. അതാണ് അവിടെ അപകടത്തിന് കൂടുതൽ കാരണം എന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം. ഇവിടെ എത്ര നീന്തലറിയാവുന്ന ഒരു വ്യക്തിയായാലും ഇവിടെ ചിലപ്പോൾ പെട്ടുപോകും. അതാണ് ആൾ പറഞ്ഞത്. ഈ പാറയിൽ ഇപ്പം നമ്മൾ നടന്നു പോകത്തുള്ള ഈ വെള്ളങ്ങളിലെല്ലാം കുഴികളാണ്, ഭയങ്കര കുഴികൾ. ഒരാളോ രണ്ടാളോ താഴ്ന്നു പോകാവുന്ന കുഴികളാണ് കേട്ടോ. അപ്പോൾ അതും ഭയങ്കര പ്രശ്നങ്ങളാണ്. ആ വെള്ളമില്ലാത്തവർക്ക് വെള്ളം കെട്ടി കിടക്കുന്ന എല്ലാം കുഴിയാണ്. അപ്പോൾ ആ കുഴിയിലാകപ്പെട്ടാലും ഇത് തന്നെ അവസ്ഥ. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ നടന്ന് ഫ്ലാറ്റ് പോലെ കിടക്കാനുള്ള നടന്നു പോരാന്ന്, പക്ഷെ പോരാൻ പറ്റില്ല, അകപ്പെടും. അപ്പോൾ ഇവിടെ ഈ പോർഷനാണ് നമുക്ക് ആ പാണിയിൽ പോരെന്ന് പറയുന്നത്. മൂന്ന് സൈഡിൽ നിന്ന് വെള്ളം വന്നിട്ട്, പെരിയാറിൽ 3 സൈഡിൽ നിന്നും വെള്ളം വന്നിട്ട് ഇവിടെ വന്ന് സംഗമിക്കുകയാണ്. അതന്നെയാണ് ആ പാണിയേരിപ്പൂർ എന്ന് പറഞ്ഞത്. അവിടേക്ക് അടുത്തോട്ട് ചെല്ലുമ്പോൾ നമുക്കൊരു പേടിയും ഒരു ഫീൽ തന്നെയുണ്ട്. നല്ലൊരു ഒരു പ്രത്യേക ഒരു ഒഴുക്കാണ് അവിടെ. വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഇവിടേക്ക് അവർ വിടില്ല. അപ്പോൾ ഈ അടുത്ത് വന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വേനൽക്കാലത്തെ പറ്റുള്ളൂ. അവിടുത്തെ
ഇവിടുത്തെ താഴം ഭയങ്കര ആഴമാണെന്നാണ് ആൾ പറഞ്ഞത്, നല്ല ആഴമുണ്ടെന്നാണ് പറഞ്ഞത്. വേറെ എല്ലാം പറയണ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. അവർ കറക്റ്റായിട്ട് അവിടെ ചരട് വലിച്ച് കെട്ടിയിട്ടുണ്ട്, അതിനപ്പുറം പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വിട്ട് പോകരുത്. ഇതേപോലത്തെ ഉള്ള കുഴികളാണ് ഫുള്ളായിട്ട്. ഇതാണ് അവിടെ ഒളിഞ്ഞിരിക്കണ നമ്മുടെ സംഭവം. ഇതിലെങ്ങനെ നടന്നു പോകുമ്പോൾ ഈ കുഴിയിൽ വീണെങ്കിൽ ഈ കുഴിയുടെ ആഴെന്ന് വെച്ചാൽ രണ്ടാളൊക്കെ താന്നു പോകും. അത്രയും ചിലപ്പോൾ ഈ കുഴിയിൽ നിന്ന് അടുത്ത കുഴിയിലോട്ടാണ് അതിൻ്റെ ഹോള് കിടക്കുന്നത്. അപ്പോൾ റിട്ടേൺ നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. കണ്ട ഈ കുഴിക്ക് തന്നെ ഉണ്ട് അവിടെ ഉള്ളിലൊരു ഗ്യാപ്പ് കണ്ട. അതേപോലത്തെ ഗർത്തങ്ങളാണ് അവിടെ ഫുള്ളായിട്ട്. വെള്ളം ഉള്ളിടത്തും ഉണ്ട്, ഇല്ലാത്തടത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ വീണ്ടും കാണാം.